കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരുന്ന് ക്ഷാമം രൂക്ഷമായി തുടരുകയാണ്. ലക്ഷങ്ങളുടെ കുടിശ്ശികയെ തുടർന്ന് മരുന്ന് വിതരണ കമ്പനികൾ നടത്തുന്ന സമരം 6ാം ദിവസം പിന്നിട്ടതോടെയാണ് ക്ഷാമം രൂക്ഷമായത്. കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടറുമായി ചർച്ച നടത്തിയെങ്കിലും പരിഹാരമാകാത്തതിനെ തുടർന്നാണ് സമരം തുടരുന്നത്. ക്യാൻസർ രോഗികൾ ഉൾപ്പെടെയുള്ളവർക്ക് പുറത്തുനിന്ന് വലിയ തുക കൊടുത്ത് മരുന്ന് വാങ്ങേണ്ട അവസ്ഥയാണ്. പണം ലഭിച്ചില്ലെങ്കിൽ കടുത്ത സാമ്പത്തിക ബാധ്യത ഉണ്ടാകുമെന്നും മരുന്ന് വിതരണം നിർത്തിവെക്കേണ്ടി വരുമെന്നും കാണിച്ച് ആരോഗ്യമന്ത്രി, ജില്ലാ കളക്ടർ, മെഡിക്കൽ കോളേജ് സൂപ്രണ്ട്, പ്രിൻസിപ്പാൾ എന്നിവർക്ക് 15 ദിവസം മുൻപ് തന്നെ വിതരണക്കാർ കത്ത് നൽകിയെങ്കിലും മറുപടി ഉണ്ടായിരുന്നില്ല. സർക്കാരിന്റെ നിസ്സംഗതയിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സൂപ്രണ്ടിനെ ഉപരോധിച്ചിരുന്നു. 75 കോടി രൂപ കുടിശ്ശികയായതോടെയാണ് വിതരണക്കാർ മരുന്നും സർജിക്കൽ ഉപകരണങ്ങളും നൽകുന്നത് നിർത്തിവെച്ചത്. ഒരാഴ്ചയായി പ്രതിസന്ധി തുടരുകയാണെങ്കിലും ഇപ്പോൾ സ്ഥിതി രൂക്ഷമായിരിക്കുകയാണ്. ബദൽ ക്രമീകരണങ്ങൾ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ലെന്നാണ് ആരോപണം. ഫണ്ട് ലഭിച്ചാൽ ഉടൻ തന്നെ വിതരണക്കാർക്ക് പണം നൽകുമെന്നാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത്. ഡയാലിസിസ് നടത്തണമെങ്കിൽ ഫിൽറ്ററും ട്യൂബും മരുന്നും ഉൾപ്പെടെ പുറത്തുനിന്ന് വാങ്ങാനാണ് നിർദ്ദേശിക്കുന്നത്. അതുവരെ ആശുപത്രിയിലില്ലാത്ത അവശ്യവസ്തുക്കൾ രോഗികൾ പുറത്തുനിന്ന് തന്നെ വാങ്ങേണ്ടി വരും. ജയ് ഹിന്ദ് ന്യൂസ്, കോഴിക്കോട്.